ഹലോ ചങ്ങായിമാരെ, ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഖത്തറിലെ ഏറ്റവും പ്രത്യേകവും പ്രാധാന്യമുള്ളതുമായ ഒരു കലാലോകത്തിലേക്കാണ്. ലൗഹ് വാ കലാം MF ഹുസൈൻ മ്യൂസിയം. ഈ മ്യൂസിയത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ ഇതിന്റെ ആർക്കിടെക്ചറിന് പ്രചോദനമായത് MF ഹുസൈന്റെ തന്നെ ഒരു സ്കെച്ചാണ്. ഹുസൈൻ തന്നെ വരച്ച ഒരു സ്കെച്ചിന്റെ ആശയം പിന്നീട് ഒരു മുഴുവൻ മ്യൂസിയമായി രൂപപ്പെടുകയായിരുന്നു. അതിനാലാണ് മ്യൂസിയത്തിന്റെ ബിൽഡിംഗ് സാധാരണ മ്യൂസിയങ്ങളെ പോലെ അല്ലാതെ ഒരു വലിയ ആർട്ട് വർക്ക് പോലെ തോന്നുന്നത്. ബോൾഡ് ഷേപ്സ്, നിറങ്ങൾ, ഓപ്പൺ സ്പേസസ് എല്ലാം ഹുസൈന്റെ കലാശൈലിയിൽ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു. ഇത് വെറും ഒരു മ്യൂസിയമല്ല, ഇതൊരു കഥയാണ്. ഒരു മനുഷ്യന്റെ ജീവിതം, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ, പോരാട്ടങ്ങൾ, കല, ചിന്തകൾ എല്ലാം ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു ഇടം. ഞാൻ ഇവിടെ വന്നപ്പോൾ ഓരോ ഗാലറിയും കടന്നു പോകുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന്റെ ജീവിതം നമ്മൾ നേരിട്ട് നടക്കുന്നത് പോലെ ഒരു അനുഭവമുണ്ടായി. ഈ വീഡിയോയിൽ ഞാൻ കണ്ടതും അനുഭവിച്ചതും അതോടൊപ്പം MF ഹുസൈൻ ആരായിരുന്നു എന്നതും നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. മക്ബൂൽ ഫിദ ഹുസൈൻ 1915 ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ പന്താർപൂരിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജീവിതം തുടക്കത്തിൽ അത്ര എളുപ്പമല്ലായിരുന്നു. ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട ഹുസൈൻ ജീവിതത്തിൽ പല വേദനകളും നിശബ്ദമായി അനുഭവിച്ച ഒരാളാണ്. കല പഠിക്കാൻ വലിയ അക്കാദമിക് സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഹുസൈൻ സ്വന്തം പരിശ്രമത്തിലൂടെയാണ് മുന്നോട്ട് പോയത്. മുംബൈയിലെ സിനിമാ ഹോൾഡിങ്ങുകൾ കയ്യാൽ പെയിന്റിംഗ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കലാജീവിതം തുടങ്ങുന്നത്. അന്ന് ഇത് വെറും ജോലി ആയിരുന്നുവെങ്കിലും ഇവിടെയാണ് വലിയ ക്യാൻവാസസിലേക്ക് ചിത്രങ്ങൾ വരക്കുന്ന കഴിവ് ഹുസൈൻ നേടിയത്. 1940കളിലും 50കളിലും MF ഹുസൈൻ ഇന്ത്യൻ ആധുനിക കലയുടെ മുഖമായി മാറി. അദ്ദേഹം പ്രോഗ്രസ് ആർട്ടിസ്റ്റ് ഗ്രൂപ്പ് എന്ന കലാസമൂഹത്തിന്റെ പ്രധാന അംഗമായിരുന്നു. ഇന്ത്യൻ പരമ്പരാഗതത്വവും ആധുനികതയും ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ വിഷ്വൽ ലാംഗ്വേജ് ഹുസൈൻ കലയിൽ അവതരിപ്പിച്ചു. കുതിരകൾ, സ്ത്രീരൂപങ്ങൾ, ഇന്ത്യൻ ദൈവങ്ങൾ, ഗ്രാമീണ ജീവിതം, ഇന്ത്യൻ സംസ്കാരം ഇവയെല്ലാം ഹുസൈൻ്റെ ക്യാൻവാസിൽ ശക്തമായ വരകളിലും ബോൾഡ് കളേഴ്സിലുമാണ് കാണുന്നത്. ഷൂസ് ഇടാതെ നടക്കുന്ന ആർട്ടിസ്റ്റ് എന്നായിരുന്നു ലോകം ഹുസൈനെ വിളിച്ചിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഹംബിൾ നേച്ചറിനും എർത്തിനോടുള്ള ബന്ധത്തിൻ്റെയും അടയാളമായിരുന്നു. ഹുസൈൻ്റെ ജീവിതം വിജയകഥ മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിന് ചില ആർട്ട് വർക്ക്സ് വലിയ വിവാദങ്ങൾക്ക് കാരണമായി. ഭീഷണികളും കേസുകളും സുരക്ഷാ പ്രശ്നങ്ങളും കാരണം അദ്ദേഹം ഇന്ത്യ വിട്ട് വിവിധ രാജ്യങ്ങളിൽ താമസിക്കേണ്ടി വന്നു. എങ്കിലും കലയിൽ നിന്ന് ഹുസൈൻ ഒരിക്കലും പിന്മാറിയില്ല. വേദനയും എക്സൈലും അദ്ദേഹത്തിൻ്റെ ആർട്ട് വർക്കിൽ കൂടുതൽ ആഴവും ശക്തിയും ചേർത്തു. ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഖത്തറുമായാണ് ഹുസൈന് ഏറ്റവും അടുത്ത ബന്ധമുണ്ടാകുന്നത്. MF ഹുസൈൻ്റെ ജീവിതത്തിൽ ഖത്തർ എന്ന രാജ്യം ഒരു അവസാന താവളം മാത്രമായിരുന്നില്ല. അത് അദ്ദേഹത്തിന് ഒരു സുരക്ഷിത ഇടം, ഒരു സ്വതന്ത്ര ശ്വാസം, ഒരു പുതിയ സൃഷ്ടി കാലഘട്ടം എന്നിങ്ങനെയായിരുന്നു. ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കലയെ ആരാധിച്ചപ്പോൾ പോലും ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ഹുസൈന് സ്വന്തം നാട്ടിൽ സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയാതെ വന്നിരുന്നു. അവിടെയാണ് ഖത്തർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റായി മാറുന്നത്. 2000ങ്ങളുടെ തുടക്കത്തിൽ ഹുസൈൻ്റെ നേരെ ഭീഷണികളും നിയമപ്രശ്നങ്ങളും കൂടുതൽ ശക്തമായി. ഒരു ആർട്ടിസ്റ്റിന് സ്വന്തം ആശയങ്ങൾ സ്വതന്ത്രമായി പറയാൻ കഴിയാത്ത അവസ്ഥ. ഹുസൈൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ കലയെ സംരക്ഷിക്കണം, അത് എൻ്റെ ജീവൻ പോലെയാണ്. ഇതേ സമയത്താണ് ഖത്തറിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആദരവും സുരക്ഷയും നൽകുന്ന ക്ഷണം ലഭിക്കുന്നത്. ഹെർ ഹൈനസ് ഷെയ്ഖ മൊസാബിൻ നാസർ ഹുസൈൻ്റെ കലാപ്രതിഭയെ വളരെ ആഴത്തിൽ മനസ്സിലാക്കിയ ഒരാളായിരുന്നു. ഇവരുടെ പിന്തുണയോടെ ഹുസൈന് ഖത്തറിൽ സ്വതന്ത്രമായി ജീവിക്കാനും സൃഷ്ടിക്കാനും അവസരം ലഭിച്ചു. ഇത് ഹുസൈന് വെറും താമസം മാത്രമല്ല, ഒരു ആർട്ടിസ്റ്റിക് ഫ്രീഡം സോൺ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ആർട്ട് വർക്ക് സംരക്ഷിക്കപ്പെടുകയും മൂല്യവത്തായി ഹെറിറ്റേജായി കാണപ്പെടുകയും ചെയ്തു. ഖത്തറിൽ എത്തിയ ശേഷം ഹുസൈൻ്റെ കല ഒരിക്കലും നിശ്ചലമായില്ല. 80കളുടെ അവസാനം 90കളുടെ തുടക്കത്തിൽ പോലും അദ്ദേഹം നിരന്തരമായി പെയിന്റിങ്സ്, സ്കെച്ചസ്, ഫിലിംസ് സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ഖത്തറിലെ മരുഭൂമി, വെളിച്ചം, നിശബ്ദത ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ വർക്സിൽ ഒരു പുതിയ ആത്മാവ് നൽകി. ഇന്ത്യൻ കഥകളും അറബ് സംസ്കാരവും ഒരുമിച്ച് ചേർന്ന ഒരു യൂണിവേഴ്സൽ വിഷ്വൽ ലാംഗ്വേജ് അദ്ദേഹം ഇവിടെ വികസിപ്പിച്ചു. ഹുസൈൻ ഖത്തറിൽ വളരെ വലിയ സ്കെയിലുള്ള സീരിയസ് വർക്ക് സൃഷ്ടിച്ചു. അവയിൽ പലതും ഇന്ന് ഖത്തർ ഫൗണ്ടേഷനും ഖത്തർ മ്യൂസിയത്തിനും കീഴിലുള്ള കളക്ഷനിൽ സംരക്ഷിക്കപ്പെടുന്നു. ഖത്തറിൽ അദ്ദേഹത്തിന് ഒരു ആർട്ടിസ്റ്റായി മാത്രമല്ല, ഒരു ലിവിംഗ് ലെജൻഡായി അംഗീകാരം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ആർട്ട് വർക്ക്സ് വിവാദത്തിൽ കണ്ണാടിയിലൂടെയല്ല, കലയുടെ കണ്ണാടിയിലൂടെ കാണപ്പെട്ടു. ഹുസൈൻ്റെ ജീവിതത്തിലെ ഈ ഖത്തർ ഫേസ് വളരെ ഇമോഷണലായിരുന്നു. എക്സൈലിൻ്റെ വേദന, സ്വന്തം നാട്ടിൽ നിന്നുള്ള അകലം ഇതെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും ഖത്തറിൽ അദ്ദേഹത്തിന് മനസ്സിന് ഒരു ശാന്തി ലഭിച്ചു. അദ്ദേഹം വീണ്ടും കുട്ടിയെപ്പോലെ സ്വതന്ത്രമായി വരയ്ക്കാൻ തുടങ്ങി. കല വീണ്ടും അദ്ദേഹത്തിൻ്റെ ആനന്ദമായി. ഖത്തറിൽ ഹുസൈൻ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറി. അദ്ദേഹത്തിൻ്റെ കലാപൈതൃകം ഭാവി തലമുറകൾക്കായി സംരക്ഷിക്കണമെന്ന ആലോചനയിലാണ് ലൗഹ് വാ കലാം MF ഹുസൈൻ മ്യൂസിയം എന്ന ആശയം ജനിച്ചത്. ഈ മ്യൂസിയം ഹുസൈൻ്റെ ജീവിതവും കലയും കാലം കടന്നു പോകുന്തോറും സംരക്ഷിക്കുന്ന ഒരു ലിവിംഗ് ആർച്ചീവാണ്. MF ഹുസൈൻ്റെ ജീവിതകഥ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: കലക്ക് രാജ്യങ്ങളില്ല, കലക്ക് മതങ്ങളില്ല, കലക്ക് അതിരുകളില്ല. ഖത്തർ ഹുസൈന് ഒരു രാജ്യമല്ല, ഒരു ഹോമായിരുന്നു. അതിനാലാണ് ഇന്ന് ദോഹയിൽ നമ്മൾ നടക്കുന്നത് ഒരു ആർട്ടിസ്റ്റിൻ്റെ സ്വപ്നങ്ങളിലൂടെ തന്നെയാണ് എന്ന് തോന്നുന്നത്. ലൗഹ് വാ കലാം എന്ന പേര് തന്നെ വളരെ ആഴമുള്ള അർത്ഥം വഹിക്കുന്നു. ലൗഹ് ക്യാൻവാസ്, കലാം പെൻ. ഈ മ്യൂസിയം ഹുസൈൻ്റെ ജീവിതവും കലയും കലാക്രമത്തിൽ നമ്മൾ അനുഭവിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തത്. ആർക്കിടെക്ചർ തന്നെ ഒരു ആർട്ട് വർക്ക് പോലെ. കളർ ഫോംസ്, ബോൾഡ് ലൈൻസ്, ഓപ്പൺ സ്പേസസ്. ഹുസൈൻ്റെ ആർട്ടിസ്റ്റിക് സ്റ്റൈൽ ബിൽഡിങ്ങിൽ തന്നെ ജീവിക്കുന്നത് പോലെ തോന്നും. മ്യൂസിയത്തിനുള്ളിലെ ഓരോ ഗാലറിയും ഒരു ചാപ്റ്റർ പോലെയാണ്. ഹുസൈൻ്റെ ഏർലി സ്കെച്ചസ് മുതൽ ലാർജ് സ്കെയിൽ മാസ്റ്റർ പീസസ് വരെ ഇവിടെ കാണാം. പെയിൻറ്റിംഗ് മാത്രമല്ല, ഡ്രോയിങ്സ്, ഫിലിംസ്, ഫോട്ടോഗ്രാഫ്സ്
ടെക്സ്റ്റൈൽസ് ഇൻസ്റ്റാളേഷൻസ്. ഹുസൈൻ്റെ മൾട്ടി ടാലൻറ്റഡ് നേച്ചർ ഇവിടെ വ്യക്തമായി കാണാം. ഇൻട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ഉള്ളതിനാൽ കിഡ്സിനും ഫാമിലിക്കും ഇത് ലേണിംഗ് ആൻഡ് എക്സ്പീരിയൻസ് ആയിത്തീരും. ഇതൊരു സൈലൻറ്റ് മ്യൂസിയമല്ല, ഇത് സംസാരിക്കുന്ന, കഥ പറയുന്ന, നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു സ്പേസാണ്. ഈ മ്യൂസിയം പ്രത്യേകമാകുന്നത് ഹുസൈൻ്റെ ആർട്ട് വർക്ക് കാണാൻ മാത്രമല്ല, ഒരു ആർട്ടിസ്റ്റിൻ്റെ ജീവിതം എങ്ങനെ സമൂഹത്തോടും കാലത്തോടും സംവദിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇവിടെ കഴിയുന്നു. ആർട്ട് ലവേഴ്സിനും സ്റ്റുഡൻസിനും കണ്ടന്റ് ക്രിയേറ്റർക്കും ഇതൊരു ഇൻസ്പിറേഷണൽ ഹബ്ബാണ്. മ്യൂസിയത്തിനുള്ളിലേക്ക് കാൽ വെക്കുന്ന നിമിഷം മുതൽ തന്നെ ഇതൊരു സാധാരണ ആർട്ട് ഗാലറി അല്ലെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇവിടെ സൈലൻസ് പോലും ഒരു ഭാഷ പോലെ സംസാരിക്കുന്നു. ലൈറ്റിംഗ്, ഓപ്പൺ സ്പേസസ്, വാൾസിൻ്റെ നിറങ്ങൾ എല്ലാം ഹുസൈൻ്റെ കലാചിന്തയോട് സംവദിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഒരു റൂമിൽ നിന്ന് മറ്റൊന്നിലേക്ക് നടക്കുന്നത് പോലെ തോന്നില്ല, ഒരു കഥയുടെ ഉള്ളിലൂടെ നടക്കുന്നത് പോലെയാണ് അനുഭവം. ഈ മ്യൂസിയത്തിൽ ഗാലറീസ് റാൻഡമായി ക്രമീകരിച്ചിട്ടില്ല. ഹുസൈൻ്റെ ജീവിതം പോലെ തന്നെ കാലക്രമത്തിലാണ് ഓരോ ഗാലറിയും തുറന്നു പോകുന്നത്. ഏർലി ലൈഫ്, സ്ട്രഗിൾ, ഫ്രീഡം, പെയിൻ, മെച്യൂരിറ്റി, ലെഗസി എന്ന ഒരു ഇമോഷണൽ ജേണി നമ്മൾ ഇവിടെ ഫിസിക്കലായി അനുഭവിക്കുന്നു. ഗാലറികളുടെ ലേഔട്ട് തന്നെ വ്യൂവറിനെ സ്ലോ ഡൗൺ ചെയ്യുന്നു. ഓടിക്കയറാൻ ഇവിടെ സാധിക്കില്ല. നിൽക്കാനും ചിന്തിക്കാനും ഫീൽ ചെയ്യാനുമാണ് ഈ സ്പേസ്. ആദ്യ ഗാലറിയിൽ ഹുസൈൻ്റെ ഏർലി സ്കെച്ചസ് കാണാം. ഇവ പെർഫെക്റ്റ് ഡ്രോയിങ്സ് അല്ല, എന്നാൽ ഇവ ഹോണസ്റ്റ് ആണ്. റഫ് ലൈൻസ്, അൺഫിനിഷ്ഡ് ഫോംസ്, എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സ്റ്റോക്സ്. ഒരു യങ് ആർട്ടിസ്റ്റിൻ്റെ സെർച്ചിങ് മൈൻഡ് ഇവിടെ വ്യക്തമാണ്. സിനിമ ഹോർഡിങ്സ് പെയിൻറ്റ് ചെയ്ത കാലത്തെ ഇൻഫ്ലുവൻസ് ഇവിടെ കാണാം. ലാർജ് ഫോംസ്, ഫസ്റ്റ് സ്ട്രോക്സ്, ബോൾഡ് കോൺഫിഡൻസ്. ഇവിടെ നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും, ഹുസൈൻ ജനിച്ചതല്ല, വികസിച്ചതാണ്. അടുത്ത ഗാലറിയിൽ ഹുസൈൻ്റെ സിഗ്നേച്ചർ തീംസ് വളരെ ശക്തമായി മുന്നോട്ട് വരുന്നു. ഹോഴ്സസ്, കുതിരകൾ ഇവിടെ വെറും മൃഗങ്ങളല്ല, അവ സ്പീഡിൻ്റെ, ഫ്രീഡമിൻ്റെ, പവറിൻ്റെ പ്രതീകങ്ങളാണ്. ഓരോ ഹോഴ്സ് പെയിൻറ്റിങ്ങിലും മൂവ്മെൻറ്റ് ഓൾമോസ്റ്റ് ഫീൽ ചെയ്യാം. ക്യാൻവാസ് സ്റ്റാറ്റിക് ആണെങ്കിലും എനർജി അലൈവാണ്. വുമൻ ആൻഡ് മദർഹുഡ്, സ്ത്രീ രൂപങ്ങൾ ഹുസൈൻ്റെ കലയിൽ ദൈവികതയും ശക്തിയും വേദനയും ഒരുമിച്ച് വഹിക്കുന്നു. മദർഹുഡ്, ഫെർട്ടിലിറ്റി, നേഷൻ ആസ് വുമൺ, ഇവ സിംബോളിക് ലെയറായി ഇവിടെ തുറന്നു പോകുന്നു. ഈ ഗാലറിയിൽ ഹുസൈൻ്റെ മെത്തോളജിക്കൽ വർക്ക്സ് പ്രധാനമായും കാണാം. ഇന്ത്യൻ ഇതിഹാസങ്ങൾ, രാമായണം, മഹാഭാരതം, ദേവാദേവന്മാർ എന്നിവ മോഡേൺ ഫോംസിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് റിലീജിയസ് ആർട്ടല്ല, ഇത് സിവിലൈസേഷൻ ആർട്ടാണ്. ഹുസൈൻ മെത്തോളജിയെ പാസ്റ്റായി അല്ല, പ്രസൻ്റായി കാണിച്ചു. ഈ ഗാലറിയിൽ നടക്കുമ്പോൾ കാലം തന്നെ ലെയറായി തുറക്കുന്നത് പോലെ തോന്നും. ഹുസൈൻ പെയിൻറ്റർ മാത്രമല്ല, അദ്ദേഹം ഫിലിം മേക്കർ കൂടിയാണ്. ഈ സെക്ഷനിൽ ഹുസൈൻ സംവിധാനം ചെയ്ത ഫിലിംസ്, വീഡിയോ, ഡോക്യുമെൻറ്റേഷൻ, ഓഡിയോ, നെറേഷൻ എല്ലാം കാണാം. മൂവിങ് ഇമേജിൽ പോലും ഹുസൈൻ്റെ പെയിൻറ്റിംഗ് സ്റ്റൈൽ നമ്മൾ കാണും. ഫ്രെയിംസ് റഫാണ്, ഇമോഷൻസ് റോ ആണ്, സ്റ്റോറി ടെല്ലിംഗ് വിഷ്വലാണ്. ഇത് കാണുമ്പോൾ ഹുസൈൻ ഒരു ക്യാൻവാസിൽ മാത്രമല്ല, സമയത്തിലും ചിത്രങ്ങൾ വരച്ച ആർട്ടിസ്റ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ഈ ഗാലറി വളരെ സ്പെഷ്യലാണ്. പെയിൻറ്റിങ്ങിന് പുറമെ ഹുസൈൻ ടെക്സ്റ്റൈലും ഒബ്ജക്റ്റിലും ഇൻസ്റ്റാളേഷനിലും പ്രവർത്തിച്ചിരിക്കുന്നു. ഫാബ്രിക്, മെറ്റൽ, വുഡ് എല്ലാം ഹുസൈൻ്റെ കയ്യിൽ ലാംഗ്വേജ് ആയി മാറുന്നു. ആർട്ട് വാളിൽ നിന്ന് സ്പേസിലേക്ക് ഇറങ്ങി വരുന്ന നിമിഷം ഇവിടെയാണ്. ഇവിടെ ആർട്ടിന് ചുറ്റി നടക്കും, നമ്മൾ ആർട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന അനുഭവം. ഈ മ്യൂസിയം സൈലൻറ്റ്, അൺടച്ചബിൾ സ്പേസ് അല്ല, ആർട്ട് കാണുന്നത് മാത്രമല്ല, ആർട്ട് പഠിക്കുകയും ഫീൽ ചെയ്യുകയും ചെയ്യുന്ന സ്പേസാണിത്. എഡ്യൂക്കേഷൻ സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ റിയൽ പർപ്പസ് ഇവിടെ മനസ്സിലാക്കും. ലൈറ്റിംഗ് വളരെ കെയർഫുള്ളി ഡിസൈൻ ചെയ്തതാണ്. ഹാഷ് ലൈറ്റിംഗ് ഇല്ല, സോഫ്റ്റ് ഷാഡോസ്, നാച്ചുറൽ ഫ്ലോ. ഒരു പെയിൻറ്റിങ്ങിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ടൈം സ്ലോ ആയി പോകുന്നത് പോലെ തോന്നും. വാൾസ് പോലും വ്യൂവേഴ്സിനെ ഹഗ് ചെയ്യുന്ന പോലെ ഫീൽ നൽകും. ഇത് ആർക്കിടെക്ചർ പ്ലസ് ഇമോഷൻ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഇടമാണ്. ഇവിടെ സൈലൻസ് വലിയ ശബ്ദമാണ്. പെയിൻറ്റിങ്ങിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകളുടെ മുഖം നോക്കിയാൽ ഒരേ എക്സ്പ്രഷൻ കാണും. ഈ ഗാലറികൾ നോയ്സിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആർട്ട് കാണുന്നത് മാത്രമല്ല, ആർട്ട് നമ്മളെ കാണുന്നു എന്ന അനുഭവം. അവസാന ഗാലറി കടന്നു പോകുമ്പോൾ നമ്മൾ മുമ്പ് വന്ന ആളുകളല്ലാതായി മാറിയിരിക്കും. ഹുസൈൻ്റെ ജീവിതവും കലയും നമ്മളെ ക്വിക്ക്ലി ടച്ച് ചെയ്തിരിക്കും. ഇത് എൻ്റർടൈൻമെൻറ്റ് മ്യൂസിയം അല്ല, ഇത് ട്രാൻസ്ഫോർമേഷൻ മ്യൂസിയമാണ്. ഈ മ്യൂസിയം എന്തുകൊണ്ടാണ് പ്രധാനം? ഇത് വെറും എം.എഫ്. ഹുസൈൻ്റെ ആർട്ട് വർക്ക് സൂക്ഷിക്കുന്ന ഒരു സ്ഥലം മാത്രമാണോ? ഇല്ല. ലവ് വാ കലാം ഒരു ചോദ്യം ചോദിക്കുന്നു. ഒരു ആർട്ടിസ്റ്റിൻ്റെ ജീവിതം ഒരു സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു? ഇവിടെ കാണുന്നത് പെയിൻറ്റിങ്സ് മാത്രമല്ല, ഒരു കാലഘട്ടത്തിൻ്റെ ചിന്തകളാണ്. ഹുസൈൻ്റെ ജീവിതം നമ്മളെ ഒരു വലിയ വിഷയത്തിലേക്ക് നയിക്കുന്നു, ആർട്ട് ആൻഡ് ഫ്രീഡം. ഒരു ആർട്ടിസ്റ്റിന് സ്വതന്ത്രമായി ചിന്തിക്കാനും പറയാനും സൃഷ്ടിക്കാനും അവകാശമുണ്ടോ? ഈ മ്യൂസിയം ആ ചോദ്യം വാക്കുകളില്ലാതെ നമ്മുടെ മുന്നിൽ വയ്ക്കുന്നു. പെയിൻറ്റിങ്സിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു ചിത്രം മാത്രമല്ല, ഒരു അഭിപ്രായമാണ്. ഈ മ്യൂസിയം ഒരു സംസ്കാരത്തെ മാത്രം പ്രതിനിധീകരിക്കുന്നില്ല. ഇന്ത്യൻ സംസ്കാരം, അറബ് ലോകം, ആധുനിക ലോകം ഇവയെല്ലാം ഇവിടെ തമ്മിൽ സംസാരിക്കുന്നു. ഹുസൈൻ്റെ വാക്ക് ദേശീയമല്ല, ഇത് യൂണിവേഴ്സലാണ്. ഇതുകൊണ്ടാണ് ഈ മ്യൂസിയം എഡ്യൂക്കേഷൻ സിറ്റി പോലൊരു അന്തർദേശീയ പഠന കേന്ദ്രത്തിൽ നിൽക്കുന്നത്. സ്റ്റുഡൻസിനും യങ് ആർട്ടിസ്റ്റുകൾക്കും ഈ മ്യൂസിയം ഒരു ക്ലാസ് റൂം പോലെയാണ്. ആർട്ട് എന്താണ്, ആർട്ട് എന്തിനാണ്, ആർട്ട് നമ്മളോട് എന്ത് ചോദിക്കുന്നത്? ഇവയ്ക്കുത്തരം ഇവിടെ കിട്ടും. ഇൻസ്പിറേഷൻ വാക്കുകളിൽ നിന്നല്ല, എക്സ്പീരിയൻസിൽ നിന്നാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഈ മ്യൂസിയം ഖത്തറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. കൾച്ചറിനെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകുന്ന ഒരു രാജ്യത്തിൻ്റെ ദർശനം. ഓയിൽ ആൻഡ് ഗ്യാസ് മാത്രമല്ല, കലയും വിദ്യാഭ്യാസവും മനുഷ്യചിന്തയും പ്രധാനമാണെന്ന് ഖത്തർ ലോകത്തോട് പറയുന്നിടം. അവസാന ഗാലറി കടന്ന് പുറത്തേക്ക് നടക്കുമ്പോൾ ഒരു വിചിത്രമായ നിശബ്ദത ഉണ്ടാകും. നമ്മളെന്തോ അകത്തേക്ക് കൊണ്ടുപോകുന്ന ഹുസൈൻ്റെ കല നമ്മളെ ക്വൈറ്റായി മാറ്റിയിരിക്കും. പെയിൻറ്റിങ്സ് നമ്മൾ അവിടെ വിട്ടു, പക്ഷേ അനുഭവം നമ്മുടെ ഉള്ളിലാണ്. ഹുസൈൻ്റെ ലൈഫ് സ്റ്റോറിയിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. കലക്ക് അതിരുകളില്ല, സൃഷ്ടിക്ക് സ്വാതന്ത്ര്യം വേണം. വേദനയിൽ നിന്നാണ് പലപ്പോഴും ഏറ്റവും ശക്തമായ കല പിറക്കുന്നത്. ഞാൻ ഈ മ്യൂസിയത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു വിസിറ്ററായി മാത്രമല്ല, ഒരു ലേണറായി തന്നെയാണ് ആർട്ട് കാണുന്നത്. ആർട്ട് കാണുന്നത് വിനോദമല്ലെന്ന് ഇവിടെ മനസ്സിലായി.
ആർട്ട് നമ്മളെ കൂടുതൽ മനുഷ്യരാക്കുന്നു. നിങ്ങൾ ദോഹയിലാണെങ്കിൽ, നിങ്ങൾ ആർട്ട് ലവറാണെങ്കിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഫീൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ലൗഹ് വാ കലാം MF ഹുസൈൻ മ്യൂസിയം ഒരു മസ്റ്റ് വിസിറ്റ് ഇടമാണ്. ഇത് കാണാൻ സമയം കണ്ടെത്തും, പക്ഷേ ഓടിക്കണ്ടു തീർക്കരുത്, സമയമെടുത്ത് നടക്കും. ഇതിനുള്ളിൽ നമുക്ക് ഒരു ലൈബ്രറിയും ഉണ്ട്. അതുപോലെ MF ഹുസൈൻ്റെ ആർട്ട് വർക്കുകൾ മേടിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പുമുണ്ട്. അതുപോലെ തന്നെ പുറത്തായി ഒരു കഫേയും ഉണ്ട്. പിന്നെ ഈ മ്യൂസിയത്തിനോട് തൊട്ട് അടുത്ത് നമുക്കൊരു തിയേറ്ററിക്കൽ അനുഭവമുണ്ട്. ഒരു 8 മിനിറ്റോളം വരുന്ന MF ഹുസൈൻ്റെ തന്നെ ഒരു ആർട്ട് നമുക്കവിടെ വളരെ രസകരമായിട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസും കൂടിയുണ്ട്. എവരി 1 hour ഇത് അവിടെ ആ തിയേറ്ററിൽ നടക്കുന്നതാണ്. അതെന്തായാലും കാണണം. നമ്മൾ MF ഹുസൈൻ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ കല ഒരു സംസ്കാരമാണ്. ഇന്ന് ദോഹയിൽ നമ്മൾ കാണുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിത സാരമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് പോയി കാണുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ തിയേറ്ററിക്കൽ അനുഭവം കൂടി ഞാൻ ഇതിൽ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ until then, bye. In the name of Allah, the most gracious, the most merciful. Travel in the land and see how Allah originated creation, and then He will bring forth the creation of the hereafter. Allah, the Almighty, has spoken the truth. Sirah fi al-Ard by Maqbool Fida Hussain. In a story of civilization, born of wonder, contemplation, and a restless search for meaning, the journey begins with the first footsteps on Earth. Footsteps that harnessed the power of animals, created machines to conquer the land, and dared to race the birds in the sky. It began with a command, a divine instruction echoing through the ages.